റോമർക്കുള്ള ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അപ്പം ആർക്ക് വേണ്ടിയാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെ വന്നാലും അതെല്ലാം എന്തുകൊണ്ട്? കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ്. സ്തോത്രം. സകലവും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അതിൻ്റെ താഴത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? മുൻ നിയമിച്ച എന്തിനാണ്? സ്വരൂപത്തോട് അനുരൂപമാക്കാൻ എന്നെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലതിനകത്തൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ദൈവം കടത്തി അതിനകത്തൂടെ വിടുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതെന്നറിയാമോ? ദൈവം നമ്മളെ കണ്ടില്ല, ദൈവം നമ്മളെ അറിയുന്നില്ല. നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന എല്ലാം വിലപ്പെട്ടതാണ്. ദൈവവേലക്കാരുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. സഹവിശ്വാസികളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. സഭയ്ക്കകത്തുള്ള നമ്മളെ കൂട്ടു സഹോദരങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാണ്. സഭയിൽ ശുശ്രൂഷ നടത്തുന്നവരുടെ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാണ്. പക്ഷേ അതുപോലെ വിലപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിച്ചാലും ആരും കേൾക്കുമെന്ന് ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം കേൾക്കും, ഉറപ്പാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ ആര് കേൾക്കും? ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം എല്ലാവരെയും കാണുന്നുണ്ട്, ദൈവം എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരുടെ വേദനകളും അറിയുന്നുണ്ട്, എല്ലാവരുടെ ഭാരങ്ങളും അറിയുന്നുണ്ട്. ആരെങ്കിലും മുഖം വാടിയാൽ ഒരപ്പൻ കണ്ടില്ലെങ്കിലും, ഒരമ്മ കണ്ടില്ലെങ്കിലും, ഒരു സ്നേഹിതർ കണ്ടില്ലെങ്കിലും യേശു കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും യേശു എന്ത് ചെയ്യുന്നുണ്ട്? സ്തോത്രം. അപ്പോൾ ആര് കണ്ടില്ലെങ്കിൽ ആര് കാണുന്നുണ്ട്? യേശു. സ്തോത്രം. ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഒരിക്കൽ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം അവസാന ഭാഗം വായിക്കുമ്പോൾ അവിടുത്തെ യോശുവ യെരിഹോ മതിലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കമന്നിരിക്കുകയാണ്. കമന്നിരിക്കുമ്പോൾ അവിടെ സർവശക്തനാകുന്ന ദൈവം, സൈന്യത്തിൻ്റെ അധിപതി, ഇന്ന് ഇതിനകത്ത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈന്യത്തിൻ്റെ അധിപതി ഇറങ്ങി വന്നിട്ടുണ്ട്. സൈന്യത്തിൻ്റെ അധിപതി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്നറിയാമോ? ചിലതിനെല്ലാം ഉടയ്ക്കാൻ, ചിലതിനെല്ലാം തകർക്കാൻ, ചില ശത്രുവിൻ്റെ പദ്ധതികളെ ഉടയ്ക്കാൻ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കാൻ, അന്ധകാര മണ്ഡലങ്ങളെ ഉടയ്ക്കാൻ, ദുഷ്ടന്റെ സകല തീയമ്പുകളെ അഴിക്കാൻ ഇതാ യേശു കർത്താവ് ഇതിനകത്ത് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. യോശുവയുടെ പുസ്തകത്തിനകത്ത് യോശുവ തല കമിഴ്ത്തിയിരുന്നു. പക്ഷെ യോശുവ എൻ്റെ ദൈവം കണ്ടു. യോശുവ എങ്ങനെയാണ്, എവിടെയാണ്, എന്താണെന്ന് ദൈവം കണ്ടു. അതിൻ്റെ 13-ാം വാക്യം, 5-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ, സ്തോത്രം, അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അവൻ്റെ ഇരിപ്പ് തല കമത്തിയിരുന്നു. അവനെ ദൈവം കണ്ടു. അവൻ്റെ ഇരിപ്പ് കണ്ടു, അവൻ്റെ വേദന കണ്ടു, അവൻ്റെ ഹൃദയം കണ്ടു, അവൻ്റെ ദുഃഖം കണ്ടു, അവൻ്റെ അവസ്ഥ കണ്ടു, അവൻ്റെ ആവശ്യം കണ്ടു, അവൻ്റെ മുൻപിൽ നിൽക്കുന്ന യെരിഹോ കണ്ടു. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന പൈതലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന യെരിഹോവിനെ എൻ്റെ ദൈവം. ആമേൻ, 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 ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ മുൻപിൽ പ്രശ്നമാകുന്ന യെരിഹോ, പ്രതികൂലമാകുന്ന യെരിഹോ, പ്രതിസന്ധിയാകുന്ന യെരിഹോ, ആമേൻ, എൻ്റെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ തളർന്ന് കമന്നായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അപ്പോഴും കമന്നിരിക്കുന്ന നിന്നെ കാണുന്ന, തല ഉയർത്താൻ പറ്റാതിരിക്കുന്ന നിന്നെ കാണുന്ന, മുഖത്ത് നോക്കാൻ പറ്റാതിരിക്കുന്ന നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആരോട് എൻ്റെ ദുഃഖം പറയാ, ആരോട് എൻ്റെ വേദന പറയാ, ആരോട് എൻ്റെ ഭാരം പറയാ, ആരോട് എൻ്റെ ഞരക്കം പറയാ, ആരോട് എൻ്റെ കണ്ണീര് പറയാ, ആരോട് എൻ്റെ ആവശ്യം പറയാ. ഞാൻ ആരോട് പറഞ്ഞാൽ ശരിയാകുമെന്ന് നീ ഞരങ്ങുമ്പോൾ, നീ തല താഴ്ത്തിയിരിക്കുമ്പോൾ ഞാൻ പറയാ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്.
ഓ ഗ്ലോറി 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 ഗ്ലോറി. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഉള്ളം അറിയുന്നൊരു ദൈവമുണ്ട്. അയ്യോ, നീ കമന്നിരിക്കുമ്പോൾ മാത്രമല്ല, മുഖം പാടിയിരിക്കുമ്പോൾ മാത്രമല്ല, അയ്യോ ഇരിക്കുന്നത് കാണുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് കാണുന്ന ദൈവം, നടക്കുന്നത് കാണുന്ന ദൈവം, പോകുന്നത് വരുന്നത് കാണുന്ന ദൈവം, രാത്രികളെ കാണുന്ന ദൈവം, പകല് കാണുന്ന ദൈവം, കണ്ണു നീരുകൊണ്ട് കിടക്കെ നനയ്ക്കുമ്പോൾ അത് കാണുന്ന ഒരു ദൈവം, ഓ ഹൃദയം നുറുങ്ങുമ്പോൾ അത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന യോശുവ അങ്ങനെ ഇരിക്കുകയാണ്. വായിച്ചേ ആ വാക്യം, വായിച്ചേ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം വായിച്ചേ. 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഒരാൾ വാൾ കയ്യിൽ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുക. അതാരാ നേരെ നിന്നേ? സൃഷ്ടിച്ച ദൈവം, സൈന്യത്തിൻ്റെ അധിപതി, സൈന്യത്തിൻ്റെ അധിപതി. മനുഷ്യൻ കണ്ടില്ല, ലോകം കണ്ടില്ല, യോശുവയുടെ മറ്റാരും യോശുവ അവിടെ ഇരിക്കുന്നത് കണ്ടില്ല. എന്നാൽ യോശുവ ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിനകത്തുള്ള ആവശ്യം, അവൻ്റെ മുൻപിലുള്ള യെരിഹോവും കണ്ട ഒരു ദൈവം അവിടെ അങ്ങോട്ട് ഇറങ്ങി. ഓ, അവിടെ അങ്ങോട്ട് ഇറങ്ങി. ഒന്നുകൂടെ വരി വായിക്കാമോ? ഒന്നുകൂടെ വായിക്കാമോ? യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, തല ഉയർത്തി നോക്കി, തല ഉയർത്തി നോക്കി, തല ഉയർത്തി. കമന്നിരുന്നത് അല്ലേ? തല കമന്നല്ലേ ഇരുന്നേ? കമന്നിരുന്നപ്പോൾ ആര് കണ്ടു? എൻ്റെ ദൈവം കണ്ടു. വേദന കൊണ്ട്, ഭാരം കൊണ്ട്, ഞരക്കം കൊണ്ട്, വ്യത്യസ്ത വിഷയത്തോടെ തല കമഴ്ന്നിരുന്നാൽ അവിടെയും കാണാത്ത ദൈവമല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ കാണുന്ന, നമ്മൾ പലപ്പോഴും എന്നെ കാണുന്നില്ല ദൈവമേ എന്ന് ചോദിക്കുമ്പോഴും കാണുന്നൊരു ദൈവത്തെയാണ്. ഓ, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ കാക്കുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ രാത്രികളിൽ ആരടുത്ത് നിന്ന് കാണും? എല്ലാം ദൈവം. എല്ലാം അടുത്ത് നിന്ന് കാണും. പകലോ അടുത്ത് നിന്ന് കാണും. നടക്കുമ്പോഴോ ഹൃദയത്തിനകത്തൊരു വ്യത്യാസം അല്ലേ? വേദനിക്കുമ്പോൾ അടുത്ത് നിന്ന് എന്ത് ചെയ്യും? സ്വത്രം കാണും, അറിയും, മനസ്സിലാക്കും. അയ്യോ, ഇന്നതിനാണ് വേദന. നമ്മൾ പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ പോലും ഇത് കാണുന്നൊരു ദൈവമുണ്ട്. സ്വത്രം. യോശുവ തല കമഴ്ന്നായിരുന്നേ, പക്ഷേ അവൻ്റെ തല നിവർത്തുവാൻ എൻ്റെ അപ്പൻ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. അവൻ തല കമഴ്ന്നിരിക്കുന്ന വിഷയം ദൈവത്തിനറിയാം. ഓ, എന്തിനാണ് ഈ മോൻ തല കമഴ്ത്തിയിരിക്കുന്നത്? ഓ, എന്നെ ദൈവത്തിനറിയാം. ദൈവം അറിഞ്ഞിട്ട് ഓ മോനെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. ഓ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. ഓ മക്കളെ, നീ കമർന്നിരിക്കുമ്പോഴും ഒരു നന്മ നിന്റെ മുമ്പിൽ വരാൻ പോകുന്നടാ. ഓ, നീ കമർന്നിരിക്കുമ്പോഴും നീ ഭാരപ്പെട്ടോണ്ടിരിക്കുകയാണ്. നിന്റെ മുൻപിൽ എരിഹോവാണ്. നീ ഭാരപ്പെട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു നന്മ ഇതാ നിന്റെ മുൻപിലുണ്ട് മോനെ. ഓ ജീസസ്. ഇതിനകത്തും വ്യത്യസ്തമായ വേദനയോട്, ഹൃദയം പൊട്ടുന്ന ഞരക്കത്തോടും വേദനയോടെ ഇരിക്കുമ്പോഴും നമ്മെ കാണുന്ന ഒരു ദൈവം ഉണ്ട്. അടുത്ത് നിപ്പുണ്ട്. ആ ദൈവം അറിയുന്നുണ്ട്. അടുക്ക വന്ന് എന്താ സംഭവിച്ച? അടുത്ത വാക്യം വായിച്ചേ. യോശുവയുടെ പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട്, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചും കൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ആരുടെ നേരെ? യോശുവയുടെ നേരെ നിൽക്കുന്നത് കണ്ടു. അടുത്ത് യോശുവ അവന്റെ അടുക്കൽ ചെന്ന്, യോശുവ ആരുടെ അടുക്ക പോയി? നിവർന്ന് നോക്കിയപ്പോൾ ഒരു വരികയാ. അവൻ്റെ അടുക്കലേക്ക് പോയി. അടുത്ത വരി. അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ? അയാൾക്ക് അറിഞ്ഞൂടെ ഇത് ആരെ വന്ന് നിൽക്കുന്നെന്ന്. ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രു പക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അടുത്ത് അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്. ആരെ മാത്രമേ നമസ്കരിക്കാവൂ? ദൈവത്തെ. യോശുവ ആരെ നമസ്കരിച്ചു? ആരെ? ഈ വന്നില്ലേ നമസ്കരിച്ചു. അപ്പോൾ അതാരാ?
ദൈവം. ഓ ജീസസ്. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അടുത്ത വരി. കർത്താവിനെ അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. കർത്താവിനെ അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. അടുത്ത വരി. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ യോശുവയുടെ കാലിൽ എന്തുണ്ട്? ചെരുപ്പുണ്ട്. ഉടനെ എന്ത് ചെയ്തു? അഴിച്ച് കളഞ്ഞു. എൻ്റെ ദൈവം കണ്ടോ ചെരുപ്പ് പോലും, ചെരുപ്പിൻ്റെ അഴുക്ക് പോലും നിൽക്കുന്ന സ്ഥലം കണ്ടോ. അപ്പൻ എവിടെ ഇറങ്ങിയാലും ഇറങ്ങുന്ന സ്ഥലം എവിടെ? ഓ, അവിടെ ഇറങ്ങിയതാരാ? നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി. അപ്പൊ ഇറങ്ങിയതാരാ? ഓ ദൈവം. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഹല്ലേലൂയ. ഒന്ന്, യോശുവ എന്തിനാണ് തല കമഴ്ത്തിയിരിക്കുന്ന ദൈവം കണ്ടു. രണ്ട്, യോശുവയുടെ മുൻപിലുള്ള വിഷയത്തിന് മറുപടിക്കായി എൻ്റെ അപ്പൻ ഇറങ്ങി. മൂന്ന്, അപ്പോഴും യോശുവയ്ക്ക് ജീവിതത്തിനകത്ത് എന്ത് കുറവുണ്ടെന്ന് ദൈവം കണ്ടു. മൂന്ന് കാര്യം കണ്ടു. ഒന്ന്, കമഴ്ന്നിരിക്കുന്ന കണ്ടു. രണ്ട്, വിഷയം കണ്ടു. അപ്പോഴും ഇവൻ്റെ കാലിലുള്ള ചെരുപ്പിലെ അഴുക്ക് ദൈവം കണ്ടു. ഹല്ലേലൂയ. തീർന്നില്ല. അപ്പോഴും ദൈവം പറയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി. കാരണം അഴുക്കില്ലാത്ത ഒരുവൻ, പാപമില്ലാത്ത ഒരുവൻ, ഓ യേശു അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഓ എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. ഓ ജീസസ്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കുമ്പോൾ പറയുകയാണ്, മോനെ എൻ്റെ ആവശ്യവും കണ്ടു, പക്ഷെ നിൻ്റെ കാലിലെ ചെരുപ്പിൽ അഴുക്കും ഞാൻ കണ്ടു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, മക്കളെ ചിലത് നിന്നെ എനിക്ക് ഏൽപ്പിക്കാനുണ്ട്, പക്ഷേ ആ ചെരുപ്പിന് എന്ത് ചെയ്യണം? അഴിച്ച് കള. ഞാൻ വന്നിരിക്കുക നിന്റെ അടുത്ത്. നേരിട്ട് വന്നിരിക്കുക. പക്ഷേ നീ ഇതിന്റെ നടുവിലിരിക്കുമ്പോഴും നിന്റെ കാലിലെ ചെരുപ്പിന് ചെളിയുണ്ട് കേട്ടോ. ചെരുപ്പ് അഴിച്ച് കള. വ്യക്തവും സ്പഷ്ടവും ആത്മാവിലും. ഇന്ന് പകൽക്കാലം നമ്മളോട് പറയണം, മക്കളെ ദൈവം വിശുദ്ധൻ, നമ്മൾമാരാകണം, വിശുദ്ധരാകണം. കാലിൽ ചെരുപ്പിൽ ചെളിയുണ്ടോ നോക്കണം. കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ആലയം മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവം വസിക്കുന്ന ആലയമെന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞു. അഴിച്ചപ്പോഴാണ് ചില കാര്യം നടന്ന. അടുത്ത വരി ഇവിടെ വായിച്ചേ. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ചെരുപ്പ് അടിച്ച് കളഞ്ഞപ്പോ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും. ചെരുപ്പ് അടിച്ചില്ലായിരുന്നു കൽപ്പിക്കുവോ? ഇല്ല, ചെരുപ്പടിച്ചു. അപ്പൊ കൽപ്പിച്ചു, മക്കളെ ഞാൻ ചിലത് തരാൻ പോകയാ. ചെരുപ്പിട്ടിരിക്കുന്നവനല്ല കൈമാറുന്നത്, ചെരുപ്പില്ലാതെ മുട്ടുമടക്കുന്നവരെ, ആ പാപത്തേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കീഴടങ്ങുന്ന ഒരു വ്യക്തി ഉണ്ടോ? അവന് കഴിഞ്ഞ നാളുകൾ നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളെ ഇല്ലായ്മയാക്കാൻ ദൈവം ചിലത് കൈമാറാൻ ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് ഒരു അഭിഷേകത്തിന്റെ പുതപ്പിനെ ഇടാൻ, ദൈവശക്തിയെ പകരാൻ, നിന്നെ ഒതുക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അത് ഉടച്ചു കളയാൻ, ദൈവം നിന്റെ മേലൊന്ന് പകരാൻ
ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആലയത്തിനകത്ത് യേശുപ്പച്ചൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. സൺഡേ സ്കൂൾ പഠിക്കണ നിങ്ങൾ രണ്ടൊരു സൺഡേ സ്കൂൾ സംസ്കാരം. ചിലർ പേന എടുത്ത് വെച്ച് ക്യാപ്പിൽ പിടിയും വലിയും. ക്യാപ്പ് കണ്ടിട്ടില്ല ഇന്നുവരെയും. സൺഡേ സ്കൂൾ വീട്ടിൽ വെച്ച് പഠിച്ചില്ല. സൺഡേ സ്കൂൾ പഠിക്കുകയാണോ ഇതിനകത്ത്? അതേ വചനം കേൾക്കുകയാണോ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇതാ തല കമഴ്ന്നിരുന്നവനോട് ദൈവം പറയുകയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ഇത് കേട്ട ഉടനെ അവൻ ചെരുപ്പ് അഴിച്ചു കളഞ്ഞു. നമ്മളാണെങ്കിൽ പറയില്ല, എൻ്റെ ചെരുപ്പ് നല്ല വൃത്തിയുള്ളതാണ്, എൻ്റെ ചെരുപ്പിൽ അഴുക്കൊന്നുമില്ല, നിങ്ങൾ എന്നെ ഇനി ഉപദേശിക്കണ്ട, നിങ്ങൾ എന്നോട് പറയണ്ട, എനിക്ക് പാവമൊന്നുമില്ല, ഞാൻ എല്ലാം തികഞ്ഞ ആളാന്നേ നമ്മൾ പറയൂ. പക്ഷെ യോശുവ അങ്ങനെയല്ല ചെയ്തത്. ആമേൻ. ആ സാന്നിധ്യത്തിൽ ജീവിച്ചവൻ, ആ കൃപയ്ക്കകത്ത് ജീവിച്ചവൻ, ആ ദൈവ ശബ്ദം കേട്ടവിടനെ, ആമേൻ, ദൈവത്തെ കണ്ടവിടനെ കീഴടങ്ങിയവൻ, വീട് കിടന്നവൻ, അവൻ ചെരുപ്പിനെ അഴിച്ചു മാറ്റുമ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ സംസാരിച്ച? യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരനെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 1 ഈ എരിഹോവിനെ, ആമേൻ. 2 അതിലെ രാജാവിനെ, അതിലെ പ്രധാനപ്പെട്ട ആളിനെ ദൈവം കയ്യിൽ കൊടുത്തുണ്ടോ? രാജാവിനെ. 3 യുദ്ധവീരന്മാരെ. എല്ലാത്തെയും യോശുവ ചെരിപ്പടിച്ചപ്പോൾ ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേൽ അഭിഷേക തൈലം പകരാൻ ഒരുവൻ വന്നിട്ടുണ്ട്. ചിലത് അടിച്ചെറിയുമ്പോൾ നിന്റെ മേൽ പകരുന്ന വിശേഷപ്പെട്ടൊരു തൈലം ഇന്ന് ആലയത്തിനകത്ത് പകരുവാൻ യേശു വന്നിട്ടുണ്ട്. ആരെല്ലാം ദാഹിക്കുന്നുണ്ട്, ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ആരെല്ലാം അത് വെമ്പലോടെ ദാഹിക്കുന്നുണ്ട്. യേശുപ്പാ, എനിക്കും അത് വേണം. അതിനെൻ്റെ ജീവിതത്തിനകത്തുള്ള കുറവാകുന്ന ചെരുപ്പ്, പാപമാകുന്ന ചെരുപ്പ്, സ്വത്രം ജീവിതത്തിനകത്ത് എവിടെയല്ല എന്തെല്ലാമാണോ അതെല്ലാം അടിച്ചു കളയാൻ ഞാൻ ഒരുക്കമാണപ്പാ, ഇതാ ഞാൻ അടിച്ച് വലിച്ചെറിയുന്നു. കർത്താവേ, എന്നെ ഒന്ന് തൊടുക, കർത്താവേ, എൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ അപ്പച്ച മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം എൻ്റെ ജീവിതത്തിനകത്ത് എരിഹോ പോലെ പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനെ തകർക്കാൻ വേണ്ടതായ ഒരു ശക്തി എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനൊരു ശക്തി എൻ്റെ മേൽ തരിക. ഹല്ലേലൂയ. യോശുവയുടെ മേൽ 3 കാര്യങ്ങൾ കൈമാറി. 1 എരിഹോവിനെ, 2 എരിഹോവിലെ രാജാവിനെ, 3 രാജാവിനെ കിട്ടിയ പിന്നെ വേറെ വ്യാഖ്യാണ് ആവശ്യം. 3ാമത്തത് അവിടെയുള്ള യുദ്ധ വീരന്മാരെ കയ്യിൽ കൊടുത്തു. ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളെ, ആ പ്രശ്നത്തിന് യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ചോട്ട നേതാക്കന്മാരെ കൊടുത്തു. ഇനി അതിൻ്റെ രാജാവിനെ കൊടുത്തു. രാജാവിനെ പിടിച്ച ബാക്കി എല്ലാത്തിനും പിടിക്കാൻ എളുപ്പമല്ലേ? അതിൻ്റെ സ്വത്രം. ഹല്ലേലൂയ. രാജാവിനെ കൊടുത്താൽ ദൈവത്തിന്, രാജാവിനെ പിടിച്ചാൽ ബാക്കിയുള്ള പ്രജകളെല്ലാം പിടിക്കാൻ എളുപ്പമല്ലേ? ഹല്ലേലൂയ. അപ്പം രാജാവിനെ ആരുടെ കയ്യിൽ കൊടുത്തു? ചെരുപ്പടിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു. ഇന്ന് ഇതിനകത്ത് ചില മക്കൾ ചെരുപ്പടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഒതുക്കിയ ചില വിഷയങ്ങളെ തകർത്ത് തച്ചുടച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവോടെ പുറത്തു വരുവാൻ, ഒരു അഭിഷേകത്തെ പകരുവാൻ രാജാവ് ഇന്ന് പകൽക്കാല ആലയത്തിനകത്തുണ്ട്. ദൂതന്മാരുടെ നടുവിൽ സർവ്വസൈന്യാധിപനാകുന്ന യേശു നമ്മുടെ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ആ കർത്താവ് ഉന്നതൻ, ആ കർത്താവ് വലിയവൻ, ആ കർത്താവ് സർവശക്തൻ, ആ കർത്താവ് സർവജ്ഞാനി, ആ കർത്താവ് സർവവ്യാപി, ആ കർത്താവ് സകല നാമത്തിന് മേലായ നാമമുള്ള കർത്താവ്, ആ കർത്താവ് ഇരുന്നവൻ, ആ കർത്താവ് ഇരിക്കുന്നവൻ, ആ കർത്താവ് വരുന്നവനായി ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. നിങ്ങൾ യോദ്ധാക്കളായി എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. അപ്പോ സ്വത്രം കണ്ടോ? ഈ യോശുവയുടെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം അവനെ കണ്ടു. ദൈവഹിത പ്രകാരം നിർണയിക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല എന്തിനായി വ്യാപരിക്കുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28 ഒന്നുകൂടെ നമുക്ക് വായിച്ചിട്ട് പോകാം. ഇവിടെ ഇതാ, യോശുവേ, നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നം വന്ന് നീ തല താഴ്ത്തിയത് ദൈവം കാണാതെയല്ല, ദൈവം കണ്ടു മോനെ. പക്ഷേ ഇതിൻ്റെ നടുവിലും ദൈവത്തിന് നിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാനുണ്ട്, നിന്നോട് ചിലത് പറയാനുണ്ട്, നിന്റെ മേൽ ചിലത് കൈമാറാനുണ്ട്. നീ തളർന്നിരിക്കുകയല്ലേ? പക്ഷേ നിന്നെ ഇവിടെ കൂടെ കൊണ്ടുവരുമ്പോഴും നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കുറേ കാലം കൊണ്ട് നീ എരിഹോ മതിലിരിക്കുന്ന നീ കാണുന്നുണ്ടല്ലേ? നീ പേടിക്കേണ്ട. ഇവിടെ കൂടെ നിന്നെ കൊണ്ടുവരുമ്പോഴും നിന്നെ ഇരുത്തുമ്പോഴും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ഇതൊരു നന്മയ്ക്കായി മാറാൻ പോകുക. ഇതൊരു നന്മയ്ക്കായി വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-20 വാക്യം വായിക്കുമ്പോൾ 28 വാക്യം, റോമർ 8:28 വായിച്ചിട്ട് പോയേ.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. സകലവും എങ്ങനെ വ്യാപരിക്കുന്നു? നന്മയ്ക്കായിട്ടാണ്. എന്ത് വന്നാലും എന്തിനെല്ലാം എല്ലാവർക്കും എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി. എവിടെ കൂടെ കൊണ്ടുപോകുമ്പോഴും എല്ലാം എന്തിനു വേണ്ടിയാണ് വ്യാപരിക്കുന്നത്? നന്മയ്ക്ക് വേണ്ടി. എന്തൊക്കെ ചെയ്താലും എല്ലാം എങ്ങനെയാണ്? നന്മയ്ക്ക് വേണ്ടി. പക്ഷേ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ കാണുന്നില്ലയോ, ദൈവം നമ്മളെ അറിയുന്നില്ലയോ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആക്കാൻ ചിലതിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും സഹോദരങ്ങളെ? വിടും. പക്ഷേ അവിടെ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ കിടന്ന് നമ്മൾ നെട്ടോട്ടമാണ്. ഒരു ശിശുവിനെ പോലെ കിടന്ന് പിടക്കുകയാണ്, ഒരു ശിശുവിനെ പോലെ കിടന്ന് ഓടുകയാണ്. പക്ഷെ സർവശക്തനാകുന്ന ദൈവം തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണ്ടേ? പക്ഷെ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഒരു ശിശുവിനെ പോലെ തെക്കോട്ടോടണോ, വടക്കോട്ടോടണോ, കിഴക്കോട്ടോടണോ, പടിഞ്ഞാറോട്ടോടണോ എന്നിരിക്കും. എന്നാൽ യോശുവ തെക്കോട്ട് ഓടിയില്ല, കിഴക്കോട്ട് ഓടിയില്ല, പടിഞ്ഞാറോട്ട് ഓടിയില്ല. പിന്നെ സ്തോത്രം, ആ തല കമഴ്ത്തിയിരിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ സർവശക്തൻ ഇറങ്ങി വന്ന് അവന് ഓടാൻ വേറെ ഒരിടമില്ല, അവന് വേറെ ഒരിടം ഓടാനില്ല. അവന് പറയാൻ ഒരു സ്ഥലമേ ഉള്ളത്. എവിടെയാ? യേശുവിൻ്റെ പൊന്മുഖം. അവന് പറയുന്നതെല്ലാം കേൾക്കാൻ ഒരാളെ ഉള്ളൂ. അതാരാ? ദൈവം. അയാൾക്കറിയാം, ഞാൻ പറഞ്ഞാലും എൻ്റെ ദൈവം കേൾക്കും, ഞാൻ വിളിച്ചാലും എൻ്റെ ദൈവം കേൾക്കും, എന്നെ കാണും, എന്നെ അറിയും. ആ മനുഷ്യനറിയാം. ആ മനുഷ്യൻ ഇങ്ങനെ കമന്നിരിക്കുമ്പോഴാണ് ദൈവം അവിടെ ഇറങ്ങിച്ചെന്നത്. ദൈവം കൊടുത്തു എന്ന് മാത്രമല്ല, ചെരുപ്പും കൂടെ അഴിപ്പിച്ചു. കണ്ടോ ക്രിസ്തുവിനെ പോലെ ആക്കാൻ നമ്മളെ ചിലയിടത്തുകൂടെയൊക്കെ കടത്തി വിടുമ്പോൾ ഒരു ശിശുവിനെ പോലെ ഉഴന്ന് അലഞ്ഞ് നടക്കാതെ അപ്പനെ കണ്ടു കിട്ടിയ ആളായി. ഇതിൻ്റെ നടുവിലില്ല, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒന്നും ദോഷമായിട്ട് പാട്ടുകാരൻ പാടി, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ. അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യോശുവയുടെ ജീവിതത്തിൻ്റെ മുൻപിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ യെരിഹോ മതിൽ നിന്നതും രാജാവ് നിന്നതും അവിടെ പടയാളികൾ അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് പുറത്ത് ഒരുപാട് യുദ്ധവീരന്മാർ നിന്നതും ഈ ഒരു പക്ഷേ പലരും വിചാരിച്ച് കാണും, ഈ ദൈവം എന്തുകൊണ്ട് എന്നെ കണ്ടില്ലേ, എൻ്റെ വേദന കണ്ടില്ലേ, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ദൈവം കണ്ടില്ലേ എന്ന് ഒരുപക്ഷെ എന്ത് ചെയ്തിരിക്കാം, പറഞ്ഞു കാണാം. ദൈവത്തിന് സ്തോത്രം, ചിന്തിച്ച് കാണാം. പക്ഷേ അവിടെ സർവത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ആരൊക്കെ മാറിപ്പോയാലും ദൈവം മാറുകയില്ല, ദൈവം മാറ്റി വിടുകയുമില്ല. പക്ഷെ ദൈവം ചിലയിടത്തൂടെ നമ്മളെ കടത്തി വിടും. അതെന്തിനെന്നറിയാമോ? ക്ഷമിക്കാൻ, താഴാൻ, പൊടിയാക്കാൻ, തരിപ്പണമാക്കാൻ, ക്രിസ്തുവിനെ പോലാക്കാൻ, ക്രിസ്തുവിനോട് സ്വത്രം, ക്രിസ്തുവിനെ ധരിപ്പിക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറയ്ക്കാൻ ദൈവം നമ്മളെ ചിലയിടത്തൂടെയൊക്കെ വിടും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ചില ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചിലതൊക്കെ പൊടിഞ്ഞ് തകർന്ന് താളടിയാകുന്നത് നമ്മുടെ കണ്ണാലെ കാണാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 50-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴും ചിന്തിക്കും. ആ സ്വത്രം ഉൽപ്പത്തി പുസ്തകം 37 മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ സ്വത്രം അവിടെ ഇതാ അപ്പൻ്റെ ഇളയ മകനാകുന്ന യോസഫിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കാണാം. അതിനകത്ത് നമ്മൾ ഓരോ ഭാഗം വായിക്കുമ്പോഴും നമ്മൾ ആ സഹോദരങ്ങളെയൊക്കെ ഒരുപാട് വഴക്ക് പറയുമായിരിക്കും, ഒരുപാട് അവരെയൊക്കെ മോശമായിട്ട് പറയുമായിരിക്കും. പക്ഷേ 50-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും യോസഫേ നിന്നെ ഓരോ സ്ഥലത്തൂടെ കൊണ്ടുവന്നപ്പോൾ സ്തോത്ര ഹല്ലേലൂയ. യോസഫ് വേറെ ഒരിടത്തും ഒരു ശിശുവിനെ പോലെ ഓടിയില്ല. യോസഫ് എല്ലായിടത്തും ഉറച്ചു നിന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടു. ഹല്ലേലൂയ, ആമേൻ. നമ്മളാണെങ്കിൽ ഓടും. എങ്ങോട്ട് ഓടണം? തെക്കോട്ടോടണോ, വടക്കോട്ടോടണോ, കിഴക്കോട്ടോടണോ, പടിഞ്ഞാറോട്ട് ഓടണോ എന്ന് ഓടും. ഞാൻ ഓടിയിട്ടുണ്ട്, ഓടും. പക്ഷേ യോസഫ് ഓടിയില്ല. പ്രശ്നം ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു, പ്രതിസന്ധി ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു, ഒറ്റപ്പെടൽ ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു, കാരാഗ്രഹം ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു, നിന്ന ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു, ആമേൻ, ഞരക്ക ഒന്നിൻ്റെ മീതെ ഒന്ന് വന്നു. പ്രതീക്ഷിച്ചതല്ല നടന്നത്, പ്രതീക്ഷിക്കാത്ത നടന്നു. അപ്പോഴും ഈ മനുഷ്യൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ കൂടെ ഉണ്ടോ? വേറെ ഒന്നും പേടിക്കാൻ
ഇല്ല. ദൈവം നമ്മളെ കൂടെ ഉണ്ടോ? പേടിക്കാനും ഭയപ്പെടാനോ പതറാനോ വീണു പോകാനോ ഒന്നുമില്ല. യേശു നമ്മുടെ കൂടെ ഇല്ലയോ നമ്മൾ തകർന്നു പോകും. ഹല്ലേലൂയ. ഒരു ഉറപ്പില്ലെങ്കിൽ, അപ്പനുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ പൈതെല്ലാം കണ്ടാൽ അറിയാം. എങ്ങനെ അറിയാം? അവരൊരു പക്വതയുള്ള ആളായിരിക്കും. കാരണം അവർക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ അറിയാൻ പറ്റും, അവരറിയാൻ പറ്റും. ഒരു ശിശുവല്ല, അത് അറിയാൻ പറ്റും. അത് ഒരു പിടയിലും വെപ്രാളൊന്നുമില്ല, അറിയാൻ പറ്റും ഞാൻ ആരെയാണ് വിശ്വസിച്ചത്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി കൊഴിയോ ഇല്ല, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കോ ഇല്ല, അറിയാൻ പറ്റും. ഒരു ദൈവത്തെ യഥാർത്ഥമായി എൻ്റെ അപ്പൻ ദൈവമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാൾ സ്വത്രം നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. പ്രതികൂലം കണ്ടൊന്നും പേടിക്കത്തില്ല, പ്രശ്നം കണ്ടൊന്നും പേടിക്കത്തില്ല, പ്രതിസന്ധി കണ്ടൊന്നും പേടിക്കത്തില്ല, ആമേൻ, ഭാരം കണ്ടൊന്നും പേടിക്കത്തില്ല, ഞരക്കം കണ്ടൊന്നും പേടിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിച്ചു പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഞെരുക്കങ്ങൾ ഭാരങ്ങൾ വന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലൻ ദൈവം ആരാണെന്ന് കണ്ടു, അത് അപ്പനാണെന്ന് കണ്ടു, ഈ അപ്പൻ എപ്പോഴും എന്നെ കാണുന്നെന്ന് കണ്ടു. അതുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ അയാൾ ഒരു ശിശുവിനെ പോലെ ആയെന്നല്ല, പിന്നെയോ കട്ടിയായുള്ളത് ഭക്ഷിച്ചുകൊണ്ട് അവയുടെ നടുവിലും ഒരു ജ്യോതിസായി. ഓ ഹല്ലേലൂയ. എങ്ങനെ ഒരു ജ്യോതിസായി, ഒരു തിളങ്ങുന്ന മുത്തായി. ഓരോ സെക്കൻഡും അനേക ആയിരങ്ങൾക്ക് ഒരു വെളിച്ചമായി ആ മനുഷ്യൻ ജീവിച്ചു. എന്താ കാര്യം? പതറിയില്ല. പ്രതികൂലം വന്നപ്പോൾ പതറിയില്ല, പ്രശ്നം വന്നപ്പോൾ പതറിയില്ല, പ്രതിസന്ധി വന്നപ്പോൾ പതറിയില്ല. കാരണം എനിക്ക് എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത്. ഓ സ്തോത്രം, എൻ്റെ ദൈവമാണ്. പക്ഷെ ദൈവത്തെക്കാൾ ഉപരി അതെൻ്റെ അപ്പനാണെന്നുള്ള ഒരു ബോധവും ഒരു ഉറപ്പും ഈ അപ്പോസ്തലനാകുന്ന പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം, ജനമെല്ലാം എതിരായപ്പോഴും ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, യഹൂദന്മാരെ മിണ്ടാതാക്കി. അടുത്ത ഉപദ്രവം കിട്ടി. ആമേൻ, സ്തോത്രം. ശൗൽ പ്രസംഗം നിർത്തിയെന്നല്ല, ശൗൽ ഒരു ശിശുവിനെ പോലെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിയെന്നല്ല. അയ്യോ എന്തേ എന്നെ അടിച്ചു, അയ്യോ എന്തേ എന്നെ ഉപദ്രവിച്ചു, അയ്യോ ഇതെന്തോ പിശാചിന്റെ പോരാട്ടമാണെന്ന് പറഞ്ഞ് ഓടിയെന്നല്ല. പിന്നെയോ അപ്പോസ്തലനാകുന്ന പൗലോസ് ആമേൻ ചങ്കത്ത് കൈവച്ച് പറയും, എനിക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അപ്പനുണ്ട്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, എൻ്റെ കണ്ണുനീര് കാണുന്ന, എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. എന്നെ ഈ കുട്ടക്കകത്താക്കുമ്പോഴും എന്നെ കാണുന്ന ഒരു അപ്പനുണ്ട്. ഈ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആമേൻ, 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 ആമേൻ. ഇന്ന് പകൽക്കാലം ശക്തി പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ. നിന്റെ കിടക്കകത്ത്, നിന്റെ മുറിക്കകത്ത്, നിന്റെ ഭവനത്തിനകത്ത് തീച്ചൂള പോലെ ശോധന, നീ അതിലൂടെ നടന്നു പോകുന്നതായിരിക്കാം. പക്ഷേ നീ ശിശുവിനെ പോലെ ഞരങ്ങല്ലേ, ശിശുവിനെ പോലെ പതറല്ലേ, ശിശുവിനെ പോലെ അവിശ്വസിക്കല്ലേ, ശിശുവിനെ പോലെ പെരുപെരുക്കല്ലേ, ശിശുവിനെ പോലെ പീറിപ്പോകല്ലേ, ശിശുവിനെ പോലെ ഫറവോന്റെ കൊട്ടാരത്തിൽ പോകരുത്. നീ വിട്ടതിന്റെ അടുത്ത് പോകരുത്. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നീ തിരിച്ചു വന്നതാ, നീ ഫറവോന്റെ കൊട്ടാരത്തിൽ പോകരുത്. നിനക്കൊരു അപ്പനുണ്ടെന്നുള്ളൊരു ബോധം. ഓ ജീസസ്, 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 ഹല്ലേലൂയ. അപ്പനില്ലെങ്കിൽ, അപ്പനുണ്ടെന്നുള്ള ബോധമില്ലെങ്കിൽ ജാതിയായി മാറും. പലതിനെയും ചൊല്ലി വിചാരപ്പെടുന്നത് മക്കളാണോ ജാതികളാണോ? പറ. പലതിനെയും ചൊല്ലി വിചാരപ്പെടുന്നത് മക്കളാണോ ജാതികളാണോ? അപ്പം നമ്മൾ വിചാരപ്പെടുന്ന ജാതികളാണോ അതെ വിശ്വാസമുള്ള മക്കളാണോ? നോക്കിയേ, നമ്മുടെ മക്കളുടെ ലിസ്റ്റിൽ ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ ഈ അപ്പനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് യാത് വാക്കൊക്കെ ആണെന്ന്. അപ്പം നമ്മൾ സത്യത്തിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, ജാതിയുടെ കൂട്ടത്തിലുള്ള ആളാണോ അതോ ഞാൻ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഹൃദയത്തെ പൊട്ടിക്കുന്ന, ഇന്നിവിടെ പാടിയപ്പോഴൊക്കെ എന്നെ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഒരു വരി, ഒരു കപടം വേണ്ടപ്പാ, ഒറ്റ വരി, കപടം വേണ്ട. അകത്ത് ഞാൻ ആരാണോ അത് മതി, പുറത്തും അപ്പൻ എന്നെ എങ്ങനെ കാണുമോ അത് മതി, പുറത്തും. ഒരു വരിയേ ഉള്ളൂ. അല്ലത് ഇനി എൻ്റെ ദൈവം അറിയാതെ വല്ലതുണ്ടോ? ഇന്ന് വിളിച്ചാലും ദൈവം അറിയാതെയാണ്. അപ്പോൾ നല്ല ദൈവം അറിഞ്ഞാൽ നടക്കും. ദൈവം അറിയാതെ എന്തെങ്കിലും നടക്കുമോ? ഒരു ദൈവ പൈതലിനെതിരെ ദൈവം അറിയാതെ വല്ലതും നടക്കുമോ? ദൈവം അങ്ങ് പന്തിട്ട് കൊടുക്കുമ്പോൾ എന്നെ നിങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കുമോ? അപ്പോൾ തട്ടിക്കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമോ? സ്വത്രം ഇട്ട് കൊടുക്കുമോ? ഇട്ട് കൊടുത്താൽ അത് പിടിച്ച് നിൽക്കാനുള്ള കൃപയും ദൈവം കൊടുക്കും. തട്ടാൻ ഇട്ട് കൊടുത്താൽ അതിനൊരു കൃപയും കൊടുക്കും. അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും യേശു. ആമേൻ. കർത്താവേ, ഇതിൽ തളർന്നു പോകല്ലേ, ഇതിൽ വിശ്വാസം പോയി പോകല്ലേ എന്ന് കർത്താവ് എന്ത് ചെയ്യും? അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഒരു കൃപയും ഇട്ട് കൊടുക്കും. യോസഫ് ഒരുപാട് പ്രതിസന്ധി വന്നു.
അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് പ്രതിസന്ധി വന്നു. പക്ഷേ അവസാനം വരെയും അപ്പോസ്തലൻ അലഞ്ഞില്ല, തകർന്നില്ല. ക്രിസ്തു എൻ്റെ അപ്പൻ എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലെ വാക്യത്തിലുള്ള വചനം പോലെ ചില സന്ദർഭത്തിൽ എടുക്കാമോ? ആ വാക്യം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇത് പറയണം. ദൈവത്തിൻ്റെ സ്തോത്രം. മത്തായി സുവിശേഷം അതങ്ങനെ വന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ സ്തോത്രം 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 6-8 വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു. 7 മുതൽ വായിക്കും. നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പിതാവുള്ള മക്കൾക്ക് ഉറപ്പായിട്ട് അറിയാം, എനിക്കൊരു പിതാവ് ഉണ്ടെന്നറിയാം. സ്തോത്രം. പിതാവില്ലാത്തവർക്ക് വേറെ ഒന്നും അറിയത്തില്ല. പിതാവില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് 24 പറയുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ചിലർ എന്ത് ചെയ്യും? പണം കണ്ടാൽ പിന്നെ ആലയം വിടും. പണം കിട്ടിയ പിന്നെ ആരാധന കഴിഞ്ഞിട്ട് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി, ബാക്കിയെല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി. എനിക്ക് എൻ്റെ ദൈവം തന്ന ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് മതിയെന്ന് മുമ്പ് നമ്മൾ ആദ്യ സ്നേഹത്തിൽ ചിന്തിക്കും. പക്ഷേ അല്പം പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ മാമോൻ മതി, ദൈവം വേണ്ട. പിന്നെ മാമോനൊക്കെ കിട്ടി ബാങ്കിലൊക്കെ ഇട്ട് ഒരു പ്രയോജനമില്ല. അത് ദൈവനാമത്തിൽ നിന്നും കൊടുക്കുമെന്നല്ല, ഒരു പ്രയോജനമില്ല. എല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഒരു രക്ഷയില്ലാതെ എല്ലാ കാര്യവും കഴിഞ്ഞ് ചിട്ടം വല്ലതും ഉണ്ടെങ്കിൽ ലാസറിൻ്റെ കാര്യം പറയുന്നില്ലേ? ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ നുറുക്കെങ്കിലും തിന്ന് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആദ്യം ഭയങ്കര കൃപയിലൊക്കെ നിന്ന് അനേകർ ഇന്ന് ധനം കണ്ട മാമോനെ കിട്ടിയപ്പം പിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എച്ചിൽ വീണാലും മതി, വല്ലപ്പോഴും ഒരു കേത്തിപ്പുരം ശകലം മതി. അപ്പോൾ അവർക്കത് ആരാധന എന്ന് പറയുമ്പോഴേ അലർജിയാണ്. പ്രാർത്ഥനയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നല്ല അലർജിയാണ്. സ്തോത്രം. കാരണം അവർ സ്നേഹിക്കുന്ന ദൈവത്തെ അല്ല, മാമോനെയാണ്. ഇപ്പം അവർ പഴയതുപോലെ അല്ല. ഇപ്പം എല്ലായിടും ബാക്കിലായി. ഇപ്പം പഴയ ആളെ അല്ല. കാരണം അവരുടെ സ്നേഹം മാമോനോട് വന്നു. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അന്ന് മാമോനുണ്ട്. പക്ഷെ മാമോനേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിച്ചപ്പോൾ ആ പണത്തിൻ്റെ കാര്യം എല്ലാം രണ്ടാമതായി. പക്ഷെ ഇന്ന് ദൈവത്തെക്കാൾ അധികം മാമോനെ സ്നേഹിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല, ദൈവമായിട്ട് ബന്ധപ്പെടാനൊന്നും നമുക്ക് സമയമില്ല. ഭയങ്കര ബിസിയാണ് നമ്മൾ. കാരണം മാമോനാണ് പ്രധാന സ്ഥാനം. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അതിൽ സേവിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഞാൻ ജാതിയുടെ കൂട്ടത്തിലുള്ള ആളാണോ? അതോ 8-ാം വാക്യം വായിക്കും മുമ്പേ നിങ്ങൾ സ്വത്രം പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പോൾ പിതാവ് ഉള്ള മക്കളാണോ അതോ ആരാണോ? ജാതിയാണോ? നമ്മൾ ചിന്തിക്കണം. പിതാവുള്ള മകനാണെങ്കിൽ, പിതാവുള്ള മകളാണെങ്കിൽ, യോസഫിന് നമുക്കറിയാം പ്രശ്നം ഉണ്ടായി, പൗലോസിന് അറിയാം പ്രതിസന്ധി ഉണ്ടായി. പിതാവുള്ളത് കൊണ്ട് അയാൾ പറയും, അവൻ എൻ്റെ ഉപാനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ എന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് പിതാവുണ്ട്? പിതാവുള്ളവർക്ക് പേടിയില്ല, പിതാവുള്ളവർക്ക് പേടിയില്ല, പിതാവുള്ളവർക്ക് പേടിയില്ല. അതരം കൊണ്ട് പറയുക മാത്രമല്ല, ഹൃദയത്തിനകത്ത് എൻ്റെ പിതാവ് എനിക്കുണ്ട് എന്ന് പറയുന്നവർക്ക് ഒരു പേടിയില്ല. അവർ പറയും, ഞാൻ പോകുന്നത് വരുന്നത് എല്ലാം ദൈവം അറിയുന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊന്നുമില്ല.
സങ്കീർത്തന പുസ്തകം 139 അധ്യായം 1 വാക്യം മുതൽ വായിക്കുമ്പോൾ പിതാവുള്ളവർക്ക് ഒരു ഉറപ്പുണ്ട്, പിതാവുള്ളവർക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. വായിച്ചേ സങ്കീർത്തന പുസ്തകം 139 1 മുതലുള്ള വാക്യങ്ങൾ. അറിഞ്ഞിരിക്കുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. കണ്ടോ, ഒരു ദൈവത്തിന് അറിയാം, ഞാൻ ഇരിക്കുന്നത് എന്റെ ദൈവത്തിന് കാണാം. നീ അറിയുന്നു, എഴുന്നേൽക്കുന്നത് അറിയാം. അടുത്ത് എന്റെ നിരൂപണം അറിയാം, നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? പൗലോസ് അപ്പോസ്തലൻ അറിയാം. എന്തോന്ന്? എൻ്റെ നിരൂപണം ദൈവത്തിന് അറിയാം, ഞാൻ കിടക്കുന്നത് അറിയാം, എന്നെ കൊട്ടയിലാക്കിയത് അറിയാം, എൻ്റെ വീട്ടിനകത്തുള്ള പ്രശ്നം അറിയാം, എൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രശ്നം അറിയാം, ആലയത്തിനകത്തുള്ള പ്രശ്നം അറിയാം, ദേശത്തിലുള്ള പ്രശ്നം അറിയാം. ദൈവനാമത്തിനെതിരെ ഒരു കൂട്ടം പേർ വല വിരിച്ചിരിക്കുന്ന ദൈവത്തിന് കാണാം, ദൈവം എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും എനിക്കറിയാം, എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ സർവശക്തനാണ്, ആ അപ്പൻ എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു സൈന്യം എൻ്റെ ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഒരു ദൈവം എനിക്കുണ്ട്. നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായി? സങ്കീർത്തനം 27 പറയുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായി വസിക്കും. എന്താ നിർഭയനായി വസിക്കാൻ കാരണം? പേടിയില്ലാതെ വസിക്കാൻ കാരണം എന്താ? ഒരു അപ്പനുണ്ടെന്നുള്ള ഉറപ്പ്, എൻ്റെ ദൈവം അതിൻ്റെ മധ്യ ഉണ്ടെന്നുള്ള ഉറപ്പ്. അതിൻ്റെ നടുവിൽ എനിക്ക് ദൈവം ഉണ്ട്. ദൈവം അറിയാതല്ല ഈ പ്രശ്നം, ദൈവം അറിയാതല്ല ഈ പ്രതിസന്ധി, ദൈവം അറിയാതല്ല ഇതൊന്നും. ഇതിൻ്റെ നടുവിലും എന്നെ കടത്തി വിടുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ആണ് ദൈവം തരാൻ പോകുന്നത്. ആ നന്മയിലേക്ക് എന്നെ എത്തിക്കുവാൻ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിന് തോന്നിട്ടില്ലാത്ത, ചെവികൾ കേൾക്കിട്ടില്ലാത്ത ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കി തീർക്കുവാൻ എൻ്റെ ദൈവം ചിലർത്തൂടെ എന്നെ കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അപ്പോസ്തലൻ വിശ്വസിച്ചു. അപ്പോസ്തലൻ അറിയാം, ഇതൊന്നും വേറെ പേടിക്കാനില്ല. സൈന്യം എൻ്റെ ചുറ്റും ഇറങ്ങി നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ സൈന്യത്തിൻ്റെ അധിപതി ഇവിടെ കൈക്കകത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം മകനായ അപ്പോസ്തലനുണ്ട്, മകനായ മക്കൾക്കുണ്ട്. ആരൊക്കെ ഇതിനകത്ത് മക്കളുണ്ട്? പേടിയില്ലാത്ത മക്കൾ ആരൊക്കെയുണ്ട്? പേടിയില്ലാത്ത മക്കൾ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. പേടിയില്ലാത്ത മക്കൾ പറയും എനിക്ക് എൻ്റെ അപ്പനുണ്ട്. പേടിയില്ലാത്ത മക്കൾ പറയും എനിക്ക് എൻ്റെ അപ്പനുണ്ട്. പേടിയില്ലാത്ത മക്കൾ ഇപ്രകാരം പറയും, എനിക്ക് എൻ്റെ അപ്പനുണ്ട്. എൻ്റെ അപ്പനറിയാതെ ഒരു മുടിയും, എൻ്റെ അപ്പനറിയാതെ ഞാൻ ഇരിക്കുന്ന എഴുന്നേൽക്കുന്ന അറിയുന്ന. അടുത്ത വരി, എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. കണ്ടോ, അപ്പനുള്ള മക്കൾക്ക് വൃത്തി അറിയാം എൻ്റെ നടപ്പും. ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് അറിയത്തില്ല കഴിച്ചോ ഇല്ലയോ എന്ന്, പക്ഷെ അപ്പം കാണും. നാട്ടുകാർക്ക് അറിയത്തില്ല നാളെ എന്തൊക്കെ കാര്യം, വീട്ടുകാർക്കും കൂടെ നടക്കുന്നവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് എന്ത് ചെയ്യാം? അറിയാം. അടുത്ത മാസം എന്താണ് നടക്കുന്നത് നമുക്കറിയാമോ? പക്ഷെ ദൈവത്തിന് അതിന് മുമ്പേ ദൈവത്തിനെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ ധൈര്യത്തോടെ പറയും, ഇത്രമാത്രം എന്നെ അറിയുന്ന ഒരു ദൈവത്തെ. അടുത്ത വരി വായിച്ചേ. എൻ്റെ വഴികളൊക്കെയും, ഞാൻ എങ്ങോട്ട് പോയാൽ എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പാട്ട് പാടുമ്പോൾ, ഞാൻ ഇന്നലെ സൂം മീറ്റിംഗ് പറഞ്ഞു, ഒരു പാട്ടിൻ്റെ വരിയുടെ തുടക്കത്തിൽ ഇന്നലെ ഞാൻ പാടിയ പാട്ട്, എൻ ജീവനേ കാളും യേശു വലിയതാണെനിക്ക്. അപ്പം ഞാൻ കേട്ട ശബ്ദം ഒന്നറിയാമോ? വാസ്തവമാണോ? നിൻ്റെ ജീവനേക്കാൾ വലുത് ഞാനാണോ? ഹമ്പാ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പാടാൻ അപ്പം കർത്താവ് എത്ര അടുത്ത് നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു കുലുക്കവും ഒരു പിടയലും തലമുടി 4 ഇഴ മുതൽ നഖത്തിന് വരെ ആരും ഇളക്കാത്ത ഒരു ഇളക്കം, ഒരു പെപ്രാളം, ഒരു പിടയലും, ഒരു വിറയലും, ഒരു വേർപ്പും ഒക്കെ എനിക്ക് പാട്ട് പാടിയതാ. അർത്ഥം എന്താ? പാട്ടിൻ്റെ ഒരക്ഷരം പോലും ആര് ശ്രദ്ധിക്കുന്നു അടുത്ത് നിന്ന്? ഇതൊരു കപടമാണെങ്കിൽ അതും കൂടെ ആരറിയും? ദൈവം അറിയും. അതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ നിൻ്റെ വഴികളൊക്കെയും എനിക്ക് അപ്പൻ ഉണ്ടെന്ന് ഉറപ്പുള്ള മക്കൾ ഇതുമെല്ലാം പറയും. എൻ്റെ വഴി അറിയാം ദൈവത്തിന്. ആ വഴിയിൽ ശത്രു ഉണ്ടെങ്കിൽ അവനെ ദൈവത്തിന് കാണാം. ഞാൻ പോകും മുമ്പേ അവനെ കണ്ടു ദൈവം. അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവം അല്ല. ആ സമയമാകുമ്പോൾ എന്നെ ഒന്നുകിൽ വഴി മാറ്റി നിർത്തും, അല്ലെങ്കിൽ അവനെ വെട്ടി വീഴ്ത്തും. കാരണം യെശയ്യാവ് 45 അങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. യെശയ്യാവ് 45 കോരസിനോട് യഹോവയായ ദൈവം വിളിച്ചു പറയുകയാണ്. എന്തോന്നാ വിളിച്ചു പറഞ്ഞു? യെശയ്യാവ് 45 1 മുതൽ ടക്കനെ വായിച്ചേ. യഹോവ തന്റെ അഭിഷിക്തനെ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ
കീഴടക്കാൻ രാജാക്കന്മാർ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഇന്ന് ഇതിനകത്ത് ആരുടെയൊക്കെ വലങ്കരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓഹോ, നീ ചില പ്രശ്നത്തിനകത്ത് അതിനകത്ത് വന്നത്, പക്ഷേ നിന്റെ വലങ്കര ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അത് യേശുവാ. യേശു പിടിച്ചിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു പിടിച്ചിട്ടുണ്ട് വലങ്കര. എന്തിന്? വാതിൽ അടയാതിരിക്കേണ്ടതിന് ഓണറാകുന്ന ദൈവത്തിന്റെ കരം നിന്റെ കരത്തിന്റെ മേൽ പിടിച്ചിട്ടുണ്ട്. അരക്കച്ചകൾ അഴിക്കേണ്ടതിന് ചില കച്ചകൾ അഴിച്ച് മാറ്റാൻ ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ട്. അടുത്ത വരി ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കയ്യിൽ ആര് പിടിച്ചിരിക്കുക? പക്ഷെ എൻ്റെ അപ്പൻ ഉണ്ടെന്നുള്ള വിശ്വാസമുള്ളവർക്ക് കാണാതെ കൈ. ഓ സ്വത്രം. അടുത്ത വരി. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് നോക്കിക്കേ മുമ്പായിട്ട് എന്ത് ചെയ്യും? അപ്പനുള്ള പൈതല്ലറ. ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പേ ആരുണ്ട്? ഓ സ്വത്രം. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ ആരുണ്ട്? ഓ, അവിടെ എൻ്റെ ദൈവമുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം എനിക്കൊരപ്പനുണ്ട്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ, എൻ്റെ കിടപ്പറയുന്ന, എൻ്റെ എഴുന്നേൽ പറയുന്ന, എൻ്റെ നോട്ടം, എൻ്റെ പോക്ക് വരവ്, എൻ്റെ വഴികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ കണ്ണ്, എൻ്റെ പ്രഭാതം, എൻ്റെ പകൽക്കാലം, എൻ്റെ രാത്രി, എൻ്റെ ആവശ്യം, എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതം മുഴുവനും അറിയുന്ന ഒരു അപ്പനുണ്ട്. എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും കാണുന്ന, ഏതൊക്കെ സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഞാൻ നടന്നു പോകുമ്പോഴും ഇത് കാണുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പനുണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ മുന്നമേ നടക്കുന്ന ദൈവം. അടുത്ത വരി. മുമ്പായി ചെന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കി. നോക്കിക്കേ, ഒരു ദൈവ പൈതൽ പറയും, എനിക്ക് മുമ്പായി ദുർഘടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിരപ്പാക്കാൻ ഒരുവൻ എന്ത് ചെയ്യും? നടന്ന് പോകും. എന്തിനു വേണ്ടി? ദുർഘടങ്ങളെ നിരപ്പാക്കും. അടുത്ത വരി. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ചു കളയുകയും. ഇരുമ്പോടാമ്പലുകൾ എന്ത് ചെയ്യും? ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. മതി. ദൈവത്തിന് സ്തോത്രം. ഇനി സങ്കീർത്തനം 139 അടുത്ത വാക്യം. നിന്റെ വഴികളൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത വരി. യഹോവേ നീ മുഴുവനും അറിയാതെ. നോക്കിയേ, ഒരപ്പനുള്ള പിള്ളയ്ക്ക് പറയാൻ പറ്റും, അങ്ങ് മുഴുവനും അറിയാതെ. ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അർത്ഥം എന്താ? ഒരു വാക്ക് പറയുമ്പോൾ പോലും നമ്മളെ വീട്ടിലെ നമ്മുടെ അപ്പനും അമ്മയൊന്നും ഇങ്ങനെ ഇത്രമാത്രം ശ്രദ്ധിക്കൂല. ചിലപ്പോൾ എൻ്റെ മകൻ ഒരു 4-5 പ്രാവശ്യം പറയുമ്പോഴായിരിക്കും ഞാൻ ഒരു വരി ശ്രദ്ധിക്കുന്നത്. പക്ഷെ യേശുപ്പ അങ്ങനെയല്ല. ഓരോ വാക്കും, ഓരോ അക്ഷരവും. കാരണം അത്രമാത്രം അടുത്താര് നിൽക്കുക? എൻ്റെ ദൈവം. അടുത്ത വരി. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. കണ്ടോ, ചില സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രശ്നം മുമ്പിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടയ്ക്കും. അപ്പോഴുണ്ട് പുറകോട്ട് നോക്കും, പുറകോട്ടും. അപ്പോഴും നമ്മൾ ആ മുറിക്കകത്ത് തന്നെ, വീട്ടിനകത്ത് തന്നെ ചില പ്രശ്നത്തിനകത്ത് നമ്മൾ പലതും കെട്ടുപൊട്ടിക്കാൻ നോക്കും. എന്തിനാ അഴിയട്ടെ, കെട്ട് പൊട്ടട്ടെ, മുന്നോട്ട് വിടാത്തതും ബാക്കിലോട്ട് വിടാത്തതും ഇടത്തോട്ട് വിടാത്തതും വലത്തോട്ട് വിടാത്തതും പൊട്ടെന്നൊക്കെ പറയും. പൊട്ടൂല. എന്താ പൊട്ടാത്തെ? അത് കർത്താവ് വെച്ചിരിക്കുന്നത്. ആരെ പോലാക്കാൻ? ദൈവത്തെ പോലാക്കാൻ. അതിനി എത്ര ദിവസം പൊട്ടിച്ചാലും പൊട്ടൂല. അത് പൊട്ടേണ്ട സമയമാകുമ്പോൾ തുറക്കും ദൈവം. നിന്നെ പണിതെടുക്കുന്നത് ഒരേ മുൻപും പിൻപും അടഞ്ഞിരിക്കും. പക്ഷേ നിന്റെ പണിയാകുമ്പോൾ അപ്പൻ മുൻപ് ഷട്ടറും തുറക്കും, പിൻപ് ഷട്ടറും തുറക്കും. അപ്പുറത്തൊരു അപകടം പതിയിരിക്കുന്നെങ്കിൽ നീ ഞാനും കാണാതെ വരുമ്പോൾ ദൈവം മുൻപടയ്ക്കും, പിൻപും അടയ്ക്കും. ചിലയിടത്ത് ചില പ്രതിസന്ധിയിലൂടെ കടത്തിവിടും. നീ എന്നെ പോലെ നിന്നാക്കാൻ, എൻ്റെ സ്വഭാവം തരാൻ. ചിലപ്പം നീ അല്ലെങ്കിൽ ഞാൻ അടച്ചില്ലെങ്കിൽ നീ തുറന്നു പോവും കേട്ടോ. നിന്നെ നടത്തുന്ന ദൈവവേലക്കാർ നിന്നോട് ഫ്രണ്ടിലുള്ളത് അടയ്ക്കും. പക്ഷേ അടച്ചാൽ നീ എന്ത് ചെയ്യും? കയറി ചാടും. ദൈവവേലക്കാർ ഫ്രണ്ട് അടച്ചാൽ എന്ത് ചെയ്യും? എന്താ കയറി ചാടുന്നത്? അവർ കുഴപ്പം പിടിച്ച് പറഞ്ഞെന്ന് പറയും. ദൈവം അടച്ചാലോ? പെട്ടകത്തിൻ്റെ വാതിൽ നോഹ അടച്ചിരുന്നെങ്കിൽ, നോഹ അപ്പച്ച അങ്കളെ ആൻറ്റി ഞാൻ മരിക്കാറായി പെട്ടെന്ന് തുറന്നോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അയ്യോ, എൻ്റെ അമ്മാവൻ്റെ മോള്, എൻ്റെ സഹോദരിയുടെ മോള്, എൻ്റെ മച്ചമ്പി, എൻ്റെ ഇന്നയാളെന്ന് തുറക്കൂല്ലേ? ദൈവത്തിനത് അറിയാന്നുള്ളതാണ്. ആരടച്ച്? ഇനി തുറയടാ.
ആര് വിളിച്ചാലും നീ തുറ പറ്റുമോ? ചില സ്ഥലത്ത് ദൈവവേലക്കാർ അടച്ചാലൊന്നും ഇരിക്കില്ല, എടുത്തു വെച്ചങ്ങ് ചാടും. അതുകൊണ്ട് ചിലപ്പം ദൈവം എന്ത് ചെയ്യും? അടയ്ക്കും. പണി പൂർത്തിയാകുമ്പോൾ ആര് തുറക്കും? പണി പൂർത്തിയാകുമ്പോൾ ആര് തുറക്കും? ഓ, പണി പൂർത്തിയാകുമ്പോൾ ആര് തുറക്കും? തുറക്കും 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 തുറക്കും. ഓ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. ആമേൻ 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓരോ സ്ഥലത്തൂടെ വിടുമ്പോഴും എല്ലാം നന്മയ്ക്കായിട്ട്. മുൻപ് അടച്ചു, പിൻപ് അടച്ചു. അടുത്ത വരി അടുത്ത വരി അടുത്ത വരി വായിക്കുമ്പോൾ സങ്കീർത്തനം പറയുന്നു, മുൻപും പിൻപും അടച്ചു. അടുത്ത വരി, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. നോക്കിയേ, ആരുടെ കൈ വെച്ചിരിക്കുന്നു? ദൈവത്തിൻ്റെ കൈ. വേറെ ആരെ കൈ വെച്ചാലും നീ അങ്ങോട്ട് മാറി, എനിക്കറിയാമെന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ ആരെ കൈ വെച്ചിരിക്കുക? ഓ, ഇങ്ങനെ ഒരു ദൈവം. അടുത്ത വരി, ഈ പരിജ്ഞാനം എനിക്ക് അത്യുത്ഭുതമാകുന്നു. എപ്പോഴെന്നറിയാമോ ഇത് വെളിപ്പെടുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെളിപ്പെടും. ഇവിടെ വെളിപ്പെടില്ല. ഇവിടെ നമ്മൾ കുറ്റവും കുറവായിട്ട് കാണും, മനസ്സിലാകില്ല. എത്ര പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാകില്ല. നമ്മൾ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ കുറ്റം നമ്മളെ പറയുന്നെന്ന് എനിക്ക് തോന്നും, അത് സത്യമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. കാരണം ആരുടെ കയ്യിൽ ഒതുങ്ങാതിരിക്കുമ്പോൾ ഒരു കൈ നമ്മുടെ മേലുണ്ടായിരുന്നു. അതെൻ്റെ അപ്പൻ്റെ കൈ. അത് നമുക്ക് ഗ്രഹിക്കാനോ? ഇത് അപ്പൻ്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ഈ മുൻപടച്ചിരിക്കുന്ന ദൈവമാണ്, പിൻപടച്ചിരിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് വെളിപ്പെടാത്തടത്തോളം കാലം നമ്മളെ അതുവല്ലാതെ അലയും സ്വത്രം. പക്ഷേ അപ്പനുള്ള പൈതൽ പറയും, ഞാൻ എവിടെ നിൽക്കണമെന്നും ഏതിനകത്തൂടെ പോകണമെന്നും എങ്ങനെ എന്നെ കൊണ്ടെത്തിക്കണമെന്നും ഞാൻ ജനിക്കും മുമ്പേ എനിക്ക് വേണ്ടി റൂട്ട് മാപ്പ് ഒരുക്കിയ സർവശക്തൻ എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ നടുവിലും എൻ്റെ മുൻപിൽ ഒരുവൻ നടക്കുന്നുണ്ട്, അവൻ്റെ കരം എൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. അടുത്ത വരി വായിച്ചേ. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും. അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അത്ര ഉന്നതമാണ്. അടുത്ത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അപ്പം ആത്മാവിനെ ഒളിച്ചെന്ന് അർത്ഥം, ആത്മാവ് എന്തോന്നാ? ക്യാമറ. ഒളി ക്യാമറ എന്ന് വെച്ചാൽ ഒളിച്ചു പോകുന്ന എല്ലാത്തിനും പിടിക്കുന്നൊരു ക്യാമറ. എന്തോന്ന്? ആത്മാവിൻ്റെ, നിന്റെ ആത്മാവിനെ ഒളിച്ച്, ഈ ആത്മാവാകുന്ന ക്യാമറ ഒളിച്ച്. കാരണം ഇത് ക്യാമറ പോലെ നിൽക്കുക, എന്നെ മുഴുവനും പിടിക്കുന്ന ക്യാമറ. ദൈവം ഇത്രമാത്രം എന്നെ ഇത്ര അങ്ങ് സ്നേഹിക്കാനും കരുതുവാനും ക്യാമറയെ പകർത്തുവാനും ഞാൻ ആരപ്പാ? കർത്താവ് പറയും, മക്കളെ നീ ആരെന്നറിയാമോ? എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പൈതലാ. അടുത്ത വരി വായിച്ചേ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? പ്രാർത്ഥിക്കുന്നവൻ പറയും, അപ്പാ എനിക്ക് പറയാനും വീഴാനും നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. ഇന്നലെ ഏത് വാക്യോ സൂമിൽ വായിച്ചേ? ഏത് വാക്യോ സൂമിൽ വായിച്ചാൽ പറയും? മീഖ പ്രവചനം വായിച്ച ആ വാക്യം. മീഖ പ്രവചനൻ്റെ പുസ്തകം എത്ര അധ്യായം? 7-ാം അധ്യായം വായിച്ചേ. 7-ന്റെ 7-ാം അധ്യായം എത്രാം വാക്യം? 11. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് മുതൽ വായിക്കണം. മൈക്കിലൂടെ വായിച്ചേ. കൂട്ടുകാരനെ വിശ്വസിക്കരുത്. അതല്ല, അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് മുതൽ വായിച്ചേ. ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും. ഞാനോ ആരിലേക്ക് നോക്കും? യഹോവെങ്കിലേക്ക് നോക്കും. എൻ്റെ നോട്ടം എവിടെയാ? യഹോവെങ്കിലേക്ക്. അടുത്ത വരി, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അടുത്ത്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കും. അടുത്ത്, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. എന്നെ ചൊല്ലി നീ സന്തോഷിക്കണ്ട. അടുത്ത വരി, വീണു ശരിയാ, എങ്കിലും. ബാക്കി എങ്കിലിന് അർത്ഥമുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ എന്ത് ചെയ്യും? വീണു, പക്ഷെ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അടുത്ത വരി, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി. ഞാൻ ഇരുട്ടത്താണ്,
പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ദൈവം വെളിച്ചം തരുന്നു. എൻ്റെ ദൈവം വെളിച്ചമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ദൈവം എൻ്റെ ഇവിടെ ഓടും. അടുത്തങ്ങോട്ട് ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50:20 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ? ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു. എന്ത് ഗുണമാക്കി തീർത്തേ? സഹോദരങ്ങളോട് യോസഫ് പറയുന്ന ഒരു വരിയാണ്. അയ്യോ, നിങ്ങൾ എൻ്റെ നേരെ ദോഷമാണ് വിചാരിച്ചതും, ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ സ്വപ്നം കണ്ടതുകൊണ്ടും നിങ്ങൾ അന്ന് മുതൽ എന്നെ പകയ്ക്കാൻ തുടങ്ങിയതും, നിങ്ങൾ എന്നെ പരിഹസിച്ചതും, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയതും, നിങ്ങൾ എന്നെ പൊട്ടക്കണ്ടിലെറിഞ്ഞതും, നിങ്ങൾ എന്നെ ഞാൻ അലറിക്കരഞ്ഞപ്പോഴും ചേട്ടാ 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 എന്ന് വിളിച്ചപ്പോഴും നിങ്ങൾ എന്നെ നോക്കാത്തതെല്ലാം സ്തോത്രം. നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിരുന്നു. ഇതെല്ലാം ഒരു ഗുണത്തിനാക്കി തീർത്തു കേട്ടോ. ഞാൻ പൊട്ടക്കിണത്തിൽ വീണതേ അന്ന് നമ്മളാണെങ്കിൽ പൊട്ടക്കിണറ്റിട്ടതുകൊണ്ട് നമ്മൾ ശാസിക്കുമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, യോസഫ് ശാസിച്ചെന്നല്ല. യോസഫ് പറയാ, പൊട്ടക്കിണർ ഗുണത്തിനായിരുന്നു. കാരാഗ്രഹം ഗുണത്തിനായിരുന്നു. നിന്ദിച്ചത് ഗുണത്തിനായിരുന്നു. വെള്ളിക്കാശിന് വിറ്റത് ഗുണത്തിനായിരുന്നു. വസ്ത്രം പറിച്ചുരിഞ്ഞ് ആടിൻ്റെ രക്തം കൊണ്ട് മുക്കി ഞാൻ മരിച്ചു എന്ന് അപ്പനെ കാണിക്കേണ്ടതിന് വസ്ത്രം കൊണ്ട് അപ്പന് കൊടുത്തത് ഗുണത്തിനായിരുന്നു. പോത്തിഫറിന്റെ വീട്ടിൽ പോയപ്പോൾ പാപം ചെയ്യാത്തവൻ പാപം ചെയ്തെന്ന് മുദ്ര കുത്തുമ്പോഴും വസ്ത്രം പറിച്ചെടുക്കുമ്പോൾ ഇറങ്ങി ഓടിയപ്പോഴും ഒരു കൂട്ടം പേർ പാവി എന്ന് മുദ്ര കുത്തുമ്പോഴും അത് നമ്മുടെ ഗുണത്തിനായിരുന്നു. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോഴും നമ്മൾ പറഞ്ഞ എന്തോന്നാ? അത് പിശാച് കെണിയിൽ വീഴ്ത്തിയതെന്നാ പറഞ്ഞേ. പക്ഷേ പിശാച് കെണിയിൽ വീഴ്ത്തിയതല്ല, അത് ഗുണത്തിനായിരുന്നു. ഇന്ന് പകൽക്കാലം അവിടെയും ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പറയുകയാണ്, മക്കളെ, എന്നെ യേശുവിനെ പോലാക്കി തീർക്കാൻ സ്തോത്രം. ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ എന്നെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചേ. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതല്ലേ കണ്ട സ്വപ്നം എന്താ കണ്ടേ? എല്ലാ സഹോദരന്മാരും വന്ന് വീണ് നമസ്കരിക്കുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ നിൻ്റെ മുമ്പിൽ വീഴുമെന്നാടാ. ഡാഷ് ഒക്കെ അങ്ങ് പറഞ്ഞാണ്. ബൈബിളിലില്ല, ഞാൻ പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പറഞ്ഞു കാണും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വീണു. അടുത്ത വരി, ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ഇതേ വരി നിങ്ങൾ 37 വായിച്ചറിയാം. 37 മുതൽ വായിച്ച് വരണം. ഇതാ ഞങ്ങൾ അടിമകൾ എന്ന് പറഞ്ഞു. അടുത്ത് യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒരു ഭയപ്പെടണ്ട. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ ഇങ്ങനെ വീണ് കാലിൽ വീഴാൻ ഞാൻ കണ്ടോ? നമ്മളാണെങ്കിലോ അങ്ങനെ വീഴടാ, രണ്ടാമതൊന്നുകൂടെ വീഴടാ, മൂന്നാമതൊന്നുകൂടെ വീഴടാ. ഞാൻ ആരെന്ന് ഇപ്പം മനസ്സിലായോടാ? ഞാൻ ദൈവത്തിന് അടുത്തിരിക്കുന്ന ആളാണടാ. ഞാൻ ഒന്ന് പറഞ്ഞാൽ സംഭവിക്കോടാ, വീഴടാ. ഇനി പറയും, നീ നമസ്കരിച്ചേ ഉള്ളൂ, ഇനി പാദം ഒന്ന് ചുംബീരടാന്ന് പറയുമായിരുന്നു. പക്ഷേ യോസഫ് ഇതൊന്നും പറഞ്ഞില്ല. യോസഫ് എന്തോന്ന് പറഞ്ഞേ? ദൈവത്തെ വലുതായി കണ്ടു. ഞാൻ ദൈവമല്ലല്ലോ, ഞാനൊരു മനുഷ്യനല്ലയോ. ഞാൻ കണ്ടോ, ഇവിടെ കൂടെയൊക്കെ വന്നിട്ടും അഹങ്കാരമോ നികളമോ ഞാനെന്ന പാപമോ ഇരിക്കുന്ന സീറ്റിൻ്റെ പദവിയോ പത്രോസോ ഒന്നും ആക്കില്ല. ഇരുന്ന സീറ്റിൻ്റെ പദവി ഉണ്ടോ? ഇല്ല. സ്വത്രം അവിടെ ഇരുന്ന് പറയുകയാണ്. വായിച്ചേ, ഭയപ്പെടേണ്ട. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും എന്റെ നേരെ എന്ത് വിചാരിച്ചു? ആരോടാ പറഞ്ഞ? സഹോദരങ്ങളോട് ദോഷം വിചാരിച്ചു. അടുത്ത് ദൈവമോ? നിങ്ങൾക്ക് വരി അകത്തിറങ്ങട്ടെ. നമുക്കെതിരെ പലരും എന്ത് വിചാരിക്കും? 100% യേശുവിനായി ജീവിക്കുന്ന മകനാണോ മകളാണോ ഉറപ്പ്. നമുക്കെതിരെ അനേകർ ദോഷം വിചാരിക്കും. സാരമില്ല. പക്ഷേ അടുത്ത വാക്ക് ദൈവമോ. ആ വാക്ക് ഭയങ്കര ദൈവമോ. ആ അക്ഷരം ഭയങ്കര ദൈവമോ. ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ
അതിനെ ഗുണമാക്കി തീർത്തു. യോസഫിൻ്റെ സകല പ്രതികൂലങ്ങളും എന്താക്കി തീർത്തു? ഓരോ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവമേ എനിക്ക് മാത്രം എന്തേ ഈ കഷ്ടം, എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളവർക്കൊന്നും ഇതില്ലല്ലോ. ദൈവമേ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ പ്രശ്നം ഇല്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്തേ ദൈവമേ. അപ്പോൾ ഉണ്ട് ഒരാൾ പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഉണ്ട് ജാതികളെ പോലെ വെപ്പടക്കി കിടന്ന് സ്വതന്ത്രം. ദൈവമേ യോസഫ് അങ്ങനെയൊന്നും അല്ല പറഞ്ഞു. യോസഫ് പറഞ്ഞു ഇതെല്ലാം ഗുണത്തിനായിരുന്നു, എൻ്റെ ദൈവത്തെ യേശുവിനെ പോലെ എന്നാക്കാൻ. എല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. പുറപ്പാട് 20:6 വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. അപ്പനെ എന്തെല്ലാം പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും അപ്പനെ കാണുന്ന പൈതലേ, ഓ നീ തകർന്നു പോകണ്ട, നിനക്കൊരപ്പനുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയും കൂടെ സ്നേഹിക്കണം. പ്രതികൂലത്തിലായിരിക്കാൻ പോകുന്നത്, പ്രശ്നത്തിലായിരിക്കാൻ പോകുന്നത്, പ്രതിസന്ധിയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. പേടിക്കരുത്, പേടിക്കരുത്, പേടിക്കരുത്. ആവർത്തന പുസ്തകം 8-2-3 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമാകുന്ന യഹോവ നിന്നെ താഴ്ത്തുവാനും. ചിലപ്പോൾ എന്ത് ചെയ്യും? താഴ്ത്തും. വായിച്ച ആ വാക്യം വായിച്ച 8-2-3. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് ചിലപ്പോൾ എന്തിനറിയാമോ, മുമ്പ് അടച്ചു വെക്കും, ചിലപ്പോൾ താഴ്ത്തും, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കൊന്നും പെട്ടെന്നൊന്നും മറുപടി ഒന്നും തരില്ല. എന്തിനായിരിക്കും? ദൈവം കാണാത്തോണ്ടാണോ? പിന്നെ ദൈവം കാണാത്തോണ്ടാണോ? ദൈവം കാണാത്തോണ്ടാണോ? ഞാൻ എൻ്റെ അപ്പനിലാണെങ്കിൽ എന്നെ പഠിപ്പിച്ച കാര്യം പറയാം. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അപ്പനിലാണെങ്കിൽ, ഇനി അപ്പനുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ പലതും ചിലതൊക്കെ സംഭവിക്കും. ഞാൻ അപ്പനിലാണോ, എന്നെ അപ്പൻ തള്ളിക്കളയേയില്ല, ഉപേക്ഷിക്കുകയില്ല. എവിടെ കൂടെ കൊണ്ടുപോയാലും എൻ്റെ മുമ്പിൽ യേശുവുണ്ട്. ഏത് കണ്ണീര് നടുവിലും, ഏത് ദുഃഖത്തിൻ്റെ നടുവിലും, തീയുടെ കൂടെ തീ കോരി തട്ടുമ്പോഴും എൻ്റെ കൂടെ ഉറപ്പായിട്ട് തീ തട്ടുന്ന തീ അണയ്ക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. അത് മനുഷ്യർക്ക് പറ്റൂല, ദൈവത്തിനെ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ പറയുകയാണ്, ചില സമയത്ത് നിന്നെ താഴ്ത്തുവാനും, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്, ചിലപ്പോൾ പരീക്ഷിക്കേണ്ടതിന് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. കർത്താവേ, ഇത്ര വർഷം കൊണ്ട് ഇഷായി ഉമ്മായി ഇട്ടായി ഇച്ചായി ഇത്തായി ഇത്രായൊക്കെ എഴുതണപ്പാ. എന്ത് കർത്താവ്? ഇഷായി ഇട്ടായി ഇത്രായി ഇച്ചായി ഇപ്പായി ഇമ്മായി ഒക്കെ എഴുതുന്നത് എന്തുകൊണ്ടാ? എന്താ അപ്പാ ഇതിന് കാരണം? അപ്പച്ചൻ പറയും, ഈ വചനം ഇപ്പോൾ വായിച്ച വചനത്തിലുണ്ട്, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയത്. ഈ മരുഭൂമി ഉണ്ടെന്നറിയാം, ഇവിടുത്തെ കഷ്ടത അറിയാം. ഇവിടെ നിന്നെ ക്ഷമിക്കാൻ പഠിക്കാൻ, എന്നെപ്പോലെ ആക്കാൻ പഠിക്കാൻ, താഴ്മയുള്ള ആളാക്കാൻ പഠിക്കാൻ ഞാൻ നിന്നെ ഇവിടെയൊക്കെ ആക്കി. അടുത്ത വരി വായിച്ചേ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. നയിക്കേ, ചിലപ്പോൾ എന്ത് ചെയ്യും? വിശപ്പിക്കും. നിങ്ങൾക്കത് വന്നിട്ടുണ്ടോ? വിശപ്പിക്കും. ദൈവമേ, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുകയോ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കമില്ല. പിന്നെ എന്താ എനിക്ക് വിശപ്പ് വന്ന്? കർത്താവ് പറയും വിശപ്പിക്കണം ചിലപ്പോൾ. എന്താ അടുത്ത വരി? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. നോക്കി, എന്തിനാ വിശപ്പിച്ചെന്താണേ ഉണ്ട്? എന്തിനാ വിശപ്പിച്ചെന്ന്? നീ ലോകത്തിൻ്റെ അപ്പത്തിൻ്റെ വിശപ്പല്ല, അതിനേക്കാളും വലിയൊരു അപ്പം നിന്നെ ഭക്ഷിപ്പിക്കണമെങ്കിൽ നിന്നെ ഈ വിശപ്പിച്ചിരുത്തി
ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപ്പം, ദൈവത്തിൻ്റെ അപ്പം ഞാൻ നിങ്ങൾ ഭക്ഷിപ്പിക്കണമെങ്കിൽ ചില സമയം നമ്മളെ വിശപ്പിച്ചിരുത്തും. ആ സമയമാകുമ്പോൾ അപ്പൻ്റെ അപ്പം ഭക്ഷിക്കുക. അപ്പൻ്റെ മുമ്പിൽ കണ്ണടയ്ക്കും, മുട്ടുമടക്കും, ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തും. നമ്മളിലുള്ള ചിലതെല്ലാം ഉടയും. ദൈവം ആരെന്ന് മനസ്സിലാക്കും. ആദ്യ സ്നേഹത്തിലേക്ക് വീഴും. അടുത്ത വരി വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കണ്ടോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. മക്കളെ, ഈ ഭക്ഷണം മാത്രം കൊണ്ടല്ല, എൻ്റെ വചനം ഉണ്ടെങ്കിൽ നീ ജീവിക്കും. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ദുഷ്ടനും കഴിയത്തില്ലെന്ന് നിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ചിലയിടത്തൂടെ നടത്തി വിട്ടു കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിച്ചു കൊടുക്കുന്ന മഹാനും ഭയങ്കരനുമാകുന്ന ദൈവമേ. പ്രതികൂലം വരുമ്പോഴും, പ്രശ്നം വരുമ്പോഴും, പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ പറയട്ടെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഇനി റോമർ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിച്ചു. യോശുവേ, നീ കമന്നിരുന്നപ്പോൾ നിന്നെ കണ്ട ഒരു ദൈവം ഉണ്ടടാ. മുൻപിൽ എരിഹോ ആയിരുന്നു കേട്ടോ, പക്ഷെ അവിടെ സ്തോത്രം രാജാവ് ഉണ്ടായിരുന്നു, അവിടെ സ്തോത്രം യുദ്ധവീരന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നിന്നെ കയ്യിൽ തരുവാൻ നീ ചിലപ്പോൾ നിന്നെ ചില ദിവസം ഞാൻ അവിടെ ഇരുത്തിയെന്ന് വരാം. എന്നാൽ തല നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ചെരിപ്പഴിക്കാൻ പറയുന്ന ഒരു ദൈവമുണ്ട്. ചിലതിനെ കൈമാറുന്ന ഒരു ദൈവമുണ്ട്. യോശുവേ, ദോഷമായിട്ടൊന്നും അല്ലടാ, ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിന്നെ ഒന്ന് താഴ്ത്താൻ, നിന്റെ കയ്യിൽ ചിലതൊന്ന് ഏൽപ്പിക്കാൻ ഞാൻ നിന്നെ ഇതാ കൊണ്ടുവന്നടാ. 2 പൗലോസ് അപ്പോസ്തലൻ നോക്കുമ്പോൾ നമ്മൾ ധ്യാനിച്ചതാണ്. ഇതിലെല്ലാം വിടുമ്പോൾ അപ്പോസ്തലൻ തളർന്നില്ല, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എപ്പം വിളിച്ചാലും ദൈവശബ്ദം കേൾക്കും, ദൈവശബ്ദം കേൾക്കും. ഓരോ സെക്കൻഡ് മനുഷ്യന്റെ വാക്കല്ല കേട്ടത്, പിന്നെയോ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അന്ത്യം വരെ ഒരു പടക്കുതിര പോലെ കർത്താവിന്റെ മഹത്വമായി മാറി. ഓ സ്തോത്രം. ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അറിഞ്ഞു, നടപ്പറിഞ്ഞു, ചിന്ത അറിഞ്ഞു, വിചാരം അറിയുന്ന ദൈവത്തെ അപ്പോസ്തലൻ കണ്ണാലെ കണ്ടു, ആത്മാവിൽ നിറഞ്ഞു. ഓരോ സെക്കൻഡ് കൃപാവരങ്ങളെ ജ്വലിച്ചു. പ്രതികൂലം കണ്ട് പേടിച്ചില്ല, പ്രശ്നം കണ്ട് പേടിച്ചില്ല. ഓ സ്തോത്രം. ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യുകയില്ലെന്നും എല്ലാം എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാനാണെന്നും അപ്പോസ്തലൻ ചിന്തിച്ചു. അവരുടെ നടുവിലും പതറാതെ മുന്നോട്ടോടി. 3 ദൈവത്തിന് സ്തോത്രം. 3-ാമത് നമ്മൾ ധ്യാനിച്ചത് യോസഫ്. ഓ, നിങ്ങൾ ദോഷത്തിനായി നിരൂപിച്ചു, എന്നാ ദൈവമോ ഗുണത്തിനാക്കി മാറ്റി. ഹല്ലേലൂയ. അനേകർ നിനക്കെതിരെ ദോഷം നിരൂപിക്കുന്നതായിരിക്കാം, പക്ഷെ പൈതലെ, മകനെ, മകളെ, ദോഷം നിരൂപിച്ച് വെട്ടുന്നത് ഗുണത്തിനായിട്ടുള്ള റോഡായിരിക്കും. ദോഷം നിരൂപിച്ച് നിനക്കെതിരെ വെട്ടുന്നത് നന്മയ്ക്കായിരിക്കും. ഒന്നിനെക്കുറിച്ച് പതറല്ലേ. ഹല്ലേലൂയ. ഈ ദൈവം നമുക്കുണ്ട്. അടുത്ത് വീണ്ടും റോമർ 8-ന്റെ അടുത്ത വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ദൈവം മറന്നിട്ടല്ല പ്രതികൂലം വരുന്നത്. ഓരോ സ്ഥലത്തൂടെ വിടുമ്പോൾ, സ്വത്രം വിശപ്പിക്കുമ്പോൾ, ഓരോ സ്ഥലത്ത് മുൻപ് അടച്ചിരുത്തുമ്പോൾ, സ്വത്രം മറ്റൊന്ന് കാണിച്ചു തരാൻ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരാൻ, ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി തരാൻ ചിലയിടത്തൂടെ കൊണ്ടുപോകുമ്പോൾ ക്ഷമ പഠിപ്പിക്കാൻ, താഴ്മ പഠിപ്പിക്കാൻ, ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ലെന്ന് പഠിപ്പിക്കാൻ, ഒരു വഴിയേ ഉള്ളെന്ന് പഠിപ്പിക്കാൻ, യേശുവിലൂടെ വിടുതലുള്ളെന്ന് പഠിപ്പിക്കാൻ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് പഠിപ്പിക്കാൻ, എൻ്റെ തൻ്റെ ഇടം കൊണ്ട് മിടുക്കുകൊണ്ട് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ലെന്നും കർത്താവിൻ്റെ കരുണയാൽ മാത്രമേ സകലവും പ്രാപിക്കാൻ പറ്റുള്ളൂന്നും ഞാനതിന് തകർന്നു കൊടുക്കണമെന്നും എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ എൻ്റെ പഠിത്തം കൊണ്ടോ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ലെന്നും എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ താഴ്ന്നവൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചിലയിടത്തൂടെ ആ ദൈവവചനത്തിലൂടെ എന്നെ വളർത്തിയെടുത്ത് ശിക്ഷിപ്പിച്ച് ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നിറച്ച് എന്നെ ക്രിസ്തു എന്ന തലയോളം വളർത്താൻ ചിലയിടത്തൂടെ കടന്നു പോകുമ്പോൾ പൈതലെ നീ പേടിക്കരുത്. ഒരപ്പനുണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് വേണം. ഇല്ല, ദോഷമായിട്ടൊന്നും വരത്തില്ല. ഇന്ന് ഈ വീട്ടിനകത്ത് പ്രതികൂലമുണ്ടോ? പേടിക്കല്ലേ, ധൈര്യത്തോടെ പറ. ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം കാണുന്നുണ്ട്. ഇല്ല, ഇതിലെല്ലാം പൊട്ടിച്ച് എന്നെ പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ഓ, ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ദൈവം മുൻപ് അടച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ പിൻപൻ ദൈവം അടച്ചായിരിക്കാം. സാരമില്ല, മുൻപ് പിൻപ് അടച്ചെങ്കിലും തുറക്കുന്നൊരു സമയമുണ്ട്. എന്നെ ദൈവം കാണുന്നതായിരിക്കാം. ശരി, സമ്മതിച്ചു. ആ ദൈവം എൻ്റെ മുൻപിലുണ്ട്. എനിക്കെതിരെ ശത്രു എത്ര കെടി ഒരുക്കിയാലും ശരി, ഞാൻ പേടിക്കുന്നില്ല. ഞാൻ എത്തും മുൻപേ അത് തകർക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ഈ കണ്ണുനീര് നടുവിലും എനിക്ക് ഉറപ്പുണ്ട്, എന്നെ യേശുവിനെ പോലെ ആക്കാൻ എന്നെ കൊണ്ടുപോവുകയാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനായ യേശു തൊട്ടടുത്ത സഹോദരനെ പോലെ ആക്കാൻ, സഹോദരിയെ പോലെ ആക്കാൻ ഇത്രമാത്രം എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവിനായി സ്തോത്രം. എത്ര പേർക്ക് പറയും? വായിച്ചേ, 29-ാം വാക്യം വായിച്ചേ.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് മുൻ നിയമിച്ചത്? എന്തിനാണ് ഇതിനകത്തൂടെയൊക്കെ കൊണ്ടുപോയത്? എന്തിനാണ് മുൻപും പിന്നും അടച്ചത്? എന്തിനാണ് ചില പ്രശ്നത്തിന് നടുവിലൊക്കെ നമ്മളെ ഇട്ടിരുന്നത്? എന്തിനാണ്? കർത്താവിനെ പോലെ അനുരൂപമാക്കാൻ. അപ്പോഴുണ്ട് നമ്മൾ വിചാരിച്ചു നമുക്കത് മനസ്സിലായില്ല. ദൈവത്തിന്റെ പദ്ധതികളൊന്നും മനസ്സിലാകുന്നില്ല. വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇന്ന് ശിശുവിനെ പോലെ നമ്മൾ വിരിക്കുകയാണ്. അയ്യോ, വചനം വെളിപ്പെട്ട് കിട്ടിയ പൈതൽ പറയില്ല, ഇല്ല, യേശുവിനെ പോലാക്കാനപ്പാ. ഓ ദൈവമേ, അങ്ങെ പോലാക്കാൻ, എന്ത് വിലയും കൊടുക്കാൻ യേശുപ്പാ. ഒരു പാട്ട് പാടിയാലും എൻ്റെ അപ്പൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടെ ഞാൻ പാടാൻ, കർത്താവേ, കളങ്കമില്ലാത്തൊരു ജീവിതം നയിപ്പാൻ. കർത്താവേ, ചിലപ്പോൾ അങ്ങനെ മുന്നും പിന്നും അടയ്ക്കും. കർത്താവേ, അതല്ല എന്നെ പരീക്ഷിക്കാനാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ലപ്പാ. പ്രശ്നം വരുമ്പോൾ ഞാൻ തകർന്നു പോകുന്നു. പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒരു ശിശുവായി മാറുന്നു. അപ്പാ, പ്രതിസന്ധി പ്രതികൂലം വരുമ്പോൾ എനിക്ക് പലരും എൻ്റെ ദൈവത്തെക്കാൾ അധികമായി മനുഷ്യനെ വിരൽ ചൂണ്ടി കാണിച്ചു തരും. ഞാൻ പിന്നെ ആ വിരൽ ചൂണ്ടിയടുത്തേക്ക് ഞാൻ പിടയലോടെ ഓടുകയാണ്. അപ്പോഴെൻ്റെ ദൈവം നോക്കിയിട്ട് എന്നോട് പറയും, നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? അപ്പനാകുന്ന എന്നെ നിനക്ക് വിശ്വാസമില്ലല്ലേ? സ്വത്രം. അപ്പാ, പലപ്പോഴും ഞാൻ സംശയിക്കുന്ന ആളാണ്. സംശയിക്കുന്നപ്പാ, എന്നെ ഒന്ന് തുടർന്ന് എൻ്റെ അവിശ്വാസത്തെ ഒന്ന് ചികിത്സിക്കണമേ. അങ്ങേ പോലാക്കാൻ എന്നെ എവിടെയൊക്കെ അവിടെ വിടുമ്പോഴും താണിരുന്ന് കൃപ പ്രാപിപ്പാൻ എന്നെ ഒന്ന് തുടരണമേ. എത്രയൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. അടുത്ത വാക്യം കൂടെ വായിച്ചേ, 30 വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും. കണ്ടോ, ഇതിനകത്തോട്ട് വിളിച്ച് നിർത്തുന്ന ആരെന്നറിയാമോ? മുൻപ് പിൻപ് അടച്ച് നിർത്തുന്ന ആരെയാ? എല്ലാവരും അല്ല, മുൻ നിയമിച്ചവരെന്ത് ചെയ്യും? വിളിച്ചു. അവരെ വിളിക്കൂ, ഇതിനകത്താക്കൂ. അടുത്ത് വിളിച്ചവരെ നീതീകരിച്ചും. അവരെയാണ് അതിനകത്താക്കുന്നത്, അല്ല എല്ലാവരെയും ആക്കൂല. ഒരുപാട് പേര് പള്ളി വരും, എല്ലാവരും ഒന്നും ഇതിനകത്താക്കൂല. എന്തേപ്പാ ഈ പ്രശ്നം? എല്ലാവരെയും ആക്കൂല. എന്തേപ്പാ ഇങ്ങനെ? എല്ലാവരും ആക്കൂല. എൻ്റെ അപ്പുറത്ത് ഇവരൊക്കെ ആരാധിക്കുന്ന അവർക്കൊരു നിന്നയില്ലല്ലോ. എന്താ എനിക്ക് നിന്നാ? എല്ലാവരെയും ആക്കൂലെന്ന്. സ്വതം. വിശ്വസ്തയോടെ പോകുന്ന മകനെ, മകളെ, ഞാൻ പറയാം, വിശ്വസ്തയോടെ, ദൈവഭയത്തോടെ, വചനത്താൽ, യേശുവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൽപ്പന അനുസരി എന്ന് പറയണോ? പറയണ്ട. യേശുവിനോടുള്ള സ്നേഹം എന്ത് ചെയ്യും? സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളത് അംഗീകരിക്കും. കാരണം യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അനുസരിക്കും. ആരും പറയണ്ട, വടി കൊണ്ട് വരണ്ട. കാരണം യേശുവിൻ്റെ സ്നേഹ നിമിത്തം നമ്മളെല്ലാം അനുസരിക്കും. സ്തോത്രം. നമുക്ക് യേശുവിനോട് സ്നേഹമുണ്ടോ? എന്നാൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, യേശുവിനെ പോലെ അനുരൂപരായി മാറാൻ. സ്തോത്രം. അടുത്ത വരി, വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കണ്ടോ, ഇവർക്ക് മാത്രമേ ഇതിനകത്തോട്ട് കൊണ്ടുവരികയും അല്ലാത്തവരെല്ലാം തീർച്ചയായും പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൂടെയൊക്കെ പോകുമ്പോഴും എന്നെ അറിയുന്നൊരു അപ്പനുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഒരുപാട് ദൈവങ്ങളില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ യേശുപ്പച്ചനെ പോലെ എന്നെ ആക്കാൻ ചിലയിടത്തോടൊക്കെ വിടുമ്പോൾ ഇല്ല, സാരമില്ല, നിസ്സാരമാണ്. നീർദുഃഖങ്ങളെല്ലാം നിസ്സാരം. നാളെ വരുന്ന മഹിമോർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസ്സാരം. ഹല്ലേലൂയ. സ്വതം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടില്ല, ഒരു ഹൃദയത്തിലും എന്തോന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പനെ പോലെ, യേശുവിനെ പോലെ, അതുപോലെ ആക്കി ഇരുത്തുന്നത് ലോകത്തിൽ ഒരു കണ്ണിനും വെളിപ്പെട്ടിട്ടില്ല ഇത്. ഒരു ദിവസം ഇതെല്ലാം മുഖാമുഖമായിട്ട് കാണും. പക്ഷേ ഇവിടെ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരും. നിങ്ങൾ എനിക്ക് സിസ്റ്ററിന് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കടന്നു, അല്ല. ഒരുപാട് പ്രതിസന്ധിയിലൂടെ കർത്താവ് നടത്തുമ്പോഴും ഞാനും കുറേയൊക്കെ എന്നെ പൊളിക്കാനും ചില കാര്യങ്ങളൊക്കെ എനിക്ക് ദൈവം കാണിച്ചു തന്നു.
അവിടെയൊക്കെ എനിക്ക് മനസ്സിലായി രക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. ഞാൻ അലയണ്ട, ഭ്രാന്തി ആവണ്ടെന്ന് വെറുതെ വട്ട് പിടിച്ചാണ് ഞാൻ അലയുന്നതെന്ന് എനിക്ക് വ്യക്തവും സ്പഷ്ടമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി. കൊണ്ട് നടന്ന് പറഞ്ഞു തന്നു. അപ്പം കണ്ണു തുറന്നു. അന്ന് നിർത്തി. അന്ന് ഞാൻ പറഞ്ഞു, ജീവിച്ചാൽ ഒരു ദിവസമാകട്ടെ, അപ്പം മതി. എവിടെ കൂടെയൊക്കെ പോകാനാണ് വിടുന്നത്? അപ്പം സാരമില്ല, നീ ഉണ്ടല്ലോ, അങ്ങുണ്ടല്ലോ, അതിലപ്പുറം. സ്വതം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ വചനത്തിൻ്റെ തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്വതം ഓരോരുത്തും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ.